രാവിലെ ഈ പ്രസ് മീറ്റിനെത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. ഞാൻ ഈ സിനിമയുടെ സംവിധായകനാണ് ബിപിൻ കൃഷ്ണ. എൻ്റെ മുമ്പത്തെ ചിത്രം 21 grams ആയിരുന്നു. ഇപ്പോൾ സാഹസം എന്ന ഞങ്ങളുടെ സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഞങ്ങൾ വളരെ 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 ഹാപ്പിയാണ്. കാരണം ഡയറക്റ്റ്ലി തിയേറ്റേഴ്സിൽ ഞങ്ങൾക്ക് ഒരുപാട് നല്ല പ്രതികരണങ്ങളും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടും മനസ്സിലാക്കി ഞങ്ങൾ എന്താണോ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത്, ലൈക്ക് ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിരിക്കണം ഈ സിനിമ എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഈ പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്തത്. അപ്പം അതേപോലെ തന്നെ വിചാരിച്ചതിനെക്കാട്ടും നന്നായിട്ട് ആളുകൾ ചിരിക്കുന്നു, എൻ്റർടൈൻഡ് ആവുന്നു, ഹാപ്പി ആവുന്നു. വളരെ സന്തോഷം. ബാക്കി ഞാൻ എല്ലാവർക്കും ഒന്ന് റൗണ്ട് സംസാരിക്കാൻ കൊടുക്കാം, എന്നിട്ട് കൂടുതൽ പറയാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊക്കെ വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഈ പറഞ്ഞതിൻ്റെ ഒപ്പമൊക്കെ തുന്നിച്ചേർക്കാനുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഈ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ വനിതാ വിനീതയിൽ കണ്ടു പ്രേക്ഷകരോടൊപ്പം, പിന്നെ ലുലു മാൾ PVR കണ്ടു, ഷേണൈസിൽ കണ്ടു, ഫോറം മാളിൽ PVR കണ്ടു. ആ കോൺഫിഡൻസിൽ പറയുകയാണ് ഇവരെല്ലാവരും ഞങ്ങൾ ഒപ്പം വരുന്ന ഓഡിയൻസ്. നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞ് ചിരിപ്പിക്കാറില്ല. ഒന്ന് ചിരിക്കണം എന്ന് പറഞ്ഞ് ചിരിപ്പിക്കാൻ നമുക്ക് എത്ര പേരെ പറ്റും? എല്ലാ വികാരങ്ങളും അവരറിയാണ്ടാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് നിങ്ങൾ അറിയാണ്ട് തന്നെയാണ്. ആ ഒരു വികാരം മനസ്സിലാക്കിയതിന്റെ കോൺഫിഡൻസിൽ പറയുകയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സാഹസം. ഇത് ഗ്യാരണ്ടിയാണ്. ഇത് എന്റെ ഗ്യാരണ്ടിയാണ്, ഈ ടീമിന്റെ ഗ്യാരണ്ടിയാണ്. ഇത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പല ജില്ലകളിൽ നിന്ന് ഒരുപാട്, ഇപ്പൊ കഴിഞ്ഞപ്പോൾ എന്നല്ല വെള്ളിയാഴ്ച റിലീസ് ചെയ്തതിനു ശേഷം ഒരുപാട് സ്ഥലത്ത് നമുക്ക് മെസ്സേജ് വന്നു, അവിടുത്തെ വീഡിയോസും ആൾക്കാരിൽ ചിരിക്കുന്നതും എൻജോയ് ചെയ്യുന്നതിന്റെയും. അപ്പൊ ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു ജനദ്രോഹ പരിപാടിയല്ല, നമ്മളൊരു കലാപ്രവർത്തനമാണ്. ഈ കലാപ്രവർത്തനത്തിലൂടെ നമ്മൾ മുമ്പിലോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കലയെ വിമർശിക്കാം, കലാകാരനെ വിമർശിക്കാം, പക്ഷെ കലയില് ഇപ്പൊ ഈ പടം എന്ന് പറഞ്ഞാൽ UNA ആണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ, 16+ ആണ്. ഇപ്പം ജീവ പറഞ്ഞ പോലെ ഇതിനകത്ത് വേപ്പിക്കുണ്ട്, കുടിക്കുന്നു. ഇപ്പൊ പ്രേമത്തിലുണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് കുടിക്കുന്നു, ഭയങ്കരമായിട്ട് കുടിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നു. അത് ആ ബാച്ചിലേഴ്സ് ലൈഫിൽ എല്ലാ ബാച്ചിലേഴ്സും എല്ലാ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്, ആ പെർട്ടിക്കുലർ ഗ്യാങ്ങിലുള്ള ആൾക്കാർ അത് ചെയ്തു എന്നുള്ളതാണ്. 16+ ആയിട്ടുള്ള ഒരു പടത്തിലേക്ക് അതിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരരുത്. അത് പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അതിനെ നിങ്ങൾ എടുത്തെടുത്ത് വിമർശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോട് കൂടിയാണ് ഞങ്ങൾ ഈ പടം ഇറക്കിയിരിക്കുന്നത്. അത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക, തലയിലേക്ക് കയറ്റുക, എന്നിട്ട് നിങ്ങളാണ് ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറേണ്ടത്. ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തതാണ്. അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പറയണം, ഇത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല, നമ്മൾ വെറുതെ വിമർശിക്കരുത്. കാരണം നമ്മൾ സർട്ടിഫിക്കേഷൻ കിട്ടി ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കുക. ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ആക്റ്റീവ് ആയിട്ട് നമുക്ക് ഒരു ക്യാരക്ടർ കാണാൻ സാധിച്ചു. ശരിക്കും നമ്മളൊരു കംബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പവർ ബാക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല. ഇതാണ് പ്രേക്ഷകരിലേക്ക് എനിക്ക് എത്തണം, എൻ്റെ തിരിച്ചുവരവ് ഇങ്ങനെയാണ് എന്നുണ്ടാകുന്ന സിഗ്നേച്ചർ ഉണ്ടല്ലോ, അതിനായിരുന്നു വെയിറ്റ് ചെയ്തത്. ആക്ച്വലി ഇത് തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും തിരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഓരോ ഫിലിം കഴിയുമ്പോഴും ഒരു ഗ്യാപ്പ് വരുമ്പോ ഇത് തിരിച്ചു വരുമോ. അപ്പൊ കഴിഞ്ഞ ഒരു 4-5 സിനിമയായിട്ട് തന്നെ തിരിച്ചുവരവ് എന്നാണ് പറയുന്നത്. ഇനിയെങ്കിലും ഈ തിരിച്ചുവരവ് എന്നുള്ള വാക്ക് ഈ സാഹസത്തോടെ നിർത്തും എന്നാണ് എന്റെ വിശ്വാസം. എങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ എല്ലാ മലയാളികളും ചെസ്സ് നിൽക്കുമ്പോൾ പട്ടാളത്തിലെ കഥാപാത്രമാണ് വരുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടർ അതേപോലെ ഹുക്ക് ചെയ്തൊരു കഥാപാത്രമാണത്. അപ്പം അതേപോലെ സ്ക്രിപ്റ്റുകൾ കേൾക്കുമ്പോൾ എനിക്ക് അതേപോലത്തെ ഒരു കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ, അതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരു മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഐ മീൻ അതേപോലെ ക്യാരക്ടർ ഹുക്ക് ചെയ്യുന്ന ലെവലിൽ ആളുകളുടെ മനസ്സിൽ ഇനി എന്റെ പേര് കേൾക്കുമ്പോൾ കഥാപാത്രമായിരിക്കണം ആളുകൾ ഓർക്കേണ്ടത് എന്നുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിനകത്ത് ഈ സാഹസത്തിൽ തന്നെ ലേഡി ഗാഗ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഉടനീള കഥാപാത്രം അല്ലെങ്കിലും വളരെ ശക്തമായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതില്. അതിലൊരു ഇമ്പാക്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഓഡിയൻസിന്റെ കൂടി ഇരുന്ന് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഓഡിയൻസിന്റെ കൂടി ഇരിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ അതിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു ഇത് എനിക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. ഇതിന് മുമ്പ് കാങ്കൂട് ഷാപ്പിലൊക്കെ ഭയങ്കര റോ ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ഉണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ഈ കൂക്കി കൈൻഡ് ഓഫ് സംഭവം ചെയ്യാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ജനറേഷൻ എന്ന് പറയുന്നത് ഈ പ്രായം കുറവുള്ള ആൾക്കാർക്കുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ല.
എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർ ഇതില് കാർത്തിക്കും ഹരിയും ആയിരിക്കും. അവര് 20-22 വയസ്സുള്ള ആൾക്കാരാണ്. പക്ഷെ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മളെ പ്രേമത്തിന് ശേഷം, നേരം പ്രേമത്തിന് ശേഷം ഒരുപാട് ആക്ടേഴ്സ് അഭിനയിച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ തണ്ണീർമത്തൻ ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ്. അതിൽ നിന്ന് ഒരുപാട് പേര്, മാത്യൂസ്, നസ്ലി തൊട്ടുള്ള അനശ്വര, അതിനുശേഷം മമിത വന്നു. ഇവരെല്ലാവരും എന്നെക്കാളെ ഏജ് പറഞ്ഞിട്ടുള്ള ആക്ടേഴ്സ് മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ. പക്ഷെ ഒരു ജനറേഷൻ ഗ്യാപ്പ് വന്നിട്ടില്ല. അത് വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ടുണ്ടാവാം. അതായത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിറഞ്ഞു നിന്നത്, ഇപ്പം ഇതിന് തൊട്ടുമുമ്പ് ഞാൻ ധീരൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതില് ജഗദീഷ് ചേട്ടൻ, അശോകൻ ചേട്ടൻ, സുധീഷ് ചേട്ടൻ, മനോജ് കെ ജെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ടേംസ് ഓഫ് ആക്ടിങ്ങിനെ കുറിച്ച് തന്നെ പറയാം. ഒരു ആക്ടിങ് സ്റ്റൈലിൽ മാറിയിട്ടുണ്ട്, ഒരു പ്രസന്റേഷനിൽ മാറി, ടെക്നോളജിയിൽ മാറിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം പ്രേമത്തിന് ശേഷം ഇന്നിവിടെ നിൽക്കുമ്പോൾ, ഈ പ്രായത്തിലുള്ള ആക്ടേഴ്സിനൊപ്പം നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ എന്താണ് പ്രാവിൻകൂടെ കുറിച്ച് എന്താ ചോദിച്ചത്? അത് പടം തന്നെ അങ്ങനെയല്ലേ. കാരണം ശ്രീരാജ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറിനെ ഞാൻ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമ ഓണാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ആളായിരുന്നു ശ്രീരാജ് എന്ന് പറഞ്ഞാൽ. ആ പടം തന്നെ വളരെ റോയായിട്ടുള്ള എല്ലാവരും ക്യാരക്ടേഴ്സ് അങ്ങനെയല്ലേ. ഒരു കള്ള് ഷാപ്പാണ് പ്രാവിൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞാൽ. കള്ള് ഷാപ്പിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ആ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ശ്രീരാജ് എന്റെ ക്യാരക്ടറുണ്ട്, തോട്ട ബിജു എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അയാൾ നാട്ടിലൊരു ഗുണ്ടയാണ്. അയാള് ഇതൊക്കെ ഓടിക്കുന്ന, വണ്ടിയൊക്കെ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. പക്ഷെ എങ്കിലും നാട്ടിൽ അത്യാവശ്യം ഗുണ്ടായസൊക്കെ കാണിച്ച് ഒരുപാട് കേസൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ജയിലൊക്കെ കയറിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു കള്ള് ഷാപ്പില്ല, ഡെയിലി വൈകുന്നേരം ഒരു 4-5 കുപ്പി കള്ള് കുടിക്കുന്ന ഒരാളുടെ ലുക്ക് വേണം, മറ്റും ഭാവം വേണം. ഇതൊക്കെയാണ് എനിക്ക് തന്നിരുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാൽ. ഞാൻ എല്ലാ ദിവസവും അതിന് വേണ്ടി ഞാൻ കള്ളു കുടിക്കുന്ന ഒരാളല്ല. ഒരു ഗ്ലാസ് കള്ളു കുടിച്ചാൽ തന്നെ ഞാൻ അപ്പൊ തന്നെ ഛർദ്ദിക്കും, സത്യമായിട്ട് പറഞ്ഞാണ്. ഇനിയിപ്പോ അതെ. അപ്പം അതിലെല്ലാ ക്യാരക്ടേഴ്സ്, ഇപ്പൊ സൗബിന്റെ ക്യാരക്ടർ എടുത്തു നോക്കൂ, ശിവജിത്തിന്റെ ക്യാരക്ടർ, അങ്ങനെ എല്ലാവരുടെ ക്യാരക്ടേഴ്സ് ഉണ്ട് അവിടെ. എല്ലാവരും വളരെ റോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ഭയങ്കര ഒന്നാമത് നമ്മുടെ ആശാമാരുടെ ഒപ്പം ഉണ്ട്. പ്രേമത്തിന് ശേഷം അമ്പൊക്കെയോടൊപ്പം, അമ്പൊക്കെയുടെ പ്രൊഡക്ഷൻസ് ചെയ്തത് ഷൈജൂക്ക, സൗബിനുണ്ട്, ബേസിലുണ്ട്, അങ്ങനെ ഒരു കൂട്ടം നമ്മുടെ ആശാമാരും അണ്ണന്മാരും, ചെമ്മൻ ചേട്ടനുണ്ട്. അത് വളരെയധികം എൻജോയ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. അൽഫോൺസിനെ കുറിച്ച് ഒന്നും ചോദിക്കരുത്. മലയാള സിനിമയിൽ മാത്രമേ എനിക്ക് തോന്നുന്നത്. എന്താ വിഷയം കൊണ്ടിരിക്കുന്നത്? അങ്ങനത്തെ വിഷയമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ലഹരിയുടെ ഉപയോഗം കാണിക്കുന്നു എന്ന് കൂടുതലായിട്ട് പറയുന്നു. അപ്പൊ നമുക്ക് സിനിമകളുടെ ഒരു കണ്ടന്റ് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടറുകളൊക്കെ വേണ്ട സിനിമകൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും വേണം. അതൊരു ക്യാരക്ടറാണ്. ലഹരിയുടെ ഉപയോഗം കാണിക്കുന്നു എന്നോ നിങ്ങൾ പറയുന്നു. പക്ഷെ ഈ ക്യാരക്ടേഴ്സോ ഈ സിനിമയുടെ പുറകിലുള്ള ആൾക്കാരോ ലഹരി വിൽപ്പന നടത്തുന്നില്ല. ഇവിടെ ലഹരി ഇവിടെ പടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ സിനിമയിലെ ആക്ടേഴ്സോ, ഈ സിനിമയല്ലോ, ഇതൊക്കെ എത്ര ലഹരിയൊക്കെ. നിങ്ങൾ സീസൺ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ? ഇല്ലേ? എത്ര വർഷം പഴയുള്ള സിനിമയാണ്. അതിലും നമ്മൾ ലഹരി ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ അതാണല്ലോ. ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടറുകൾ ഇപ്പൊ മലയാളികൾ മാത്രമേ വിമർശിക്കുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന ഹിന്ദി സിനിമകളിലായാലും, തമിഴ് സിനിമകളിലായാലും, ഇംഗ്ലീഷ് സിനിമകളിലായാലും, കൊറിയൻ സിനിമകളൊക്കെ എല്ലാവരും കാണുന്നത്. തെലുങ്ക് സിനിമകളിലായാലും വിമർശിക്കപ്പെടുന്നില്ല. ഇല്ല, മലയാളികൾ മാത്രം വിമർശിക്കുമ്പോൾ അത് പ്രബുദ്ധതയുടെ ഭാഗമായിട്ട് നിങ്ങൾ കരുതിയാണ്. സിനിമയുടെ ഈ പറയുന്ന എന്താ പറയാ കണ്ടന്റ് വരുമ്പോ അത് അതിന് എന്താ പറയാ അതിനൊരു നഷ്ടബോധം സിനിമയ്ക്ക് അത് നഷ്ടമല്ലെന്ന് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇനിയും വരും. ഇത് ആരൊക്കെ എങ്ങനെ കിടന്ന് വിമർശിച്ചാലും, എന്തൊക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ഇനിയും വരും തീർച്ചയായിട്ടും. ഇപ്പോ ഏറ്റവും കൊട്ടി ഘോഷിച്ചിട്ടുള്ള, അതായത് മലയാള സിനിമയുടെ ഒരു മഹാത്ഭുതം എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ദൃശ്യം. അതായത് വേൾഡ് വൈഡ് ആയിട്ടാണ് അതിന്റെ റൈറ്റ്സ് ഒക്കെ പോയിരുന്നത്. ചൈനയിലേക്ക് പോയി, ഒരുപാട് സ്ഥലത്ത് പോയി, ഇന്ത്യയിൽ തന്നെ പല ഭാഷയിൽ പോയി. ഇതിന്റെ പ്രധാനം ഒരാളെ കൊന്നു അത് മറയ്ക്കുന്നതാണോ വലിയ ഹീറോയിസം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ അതിനെ കാണണ്ടേ. ഓക്കെ, ജനാധിപത്യപരമായിട്ട് ഒരാളെ കൊന്ന് ഒഴിച്ചു മൂടി അത് ഒളിപ്പിക്കുന്നത് ശരി, തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു സിനിമയിൽ, ഒരു കഥയിൽ നമ്മളത് കാണുമ്പോൾ അത് അങ്ങനെയാക്കി എടുക്കുക. അങ്ങനെയാക്കി എടുത്തു ഇവിടെയുള്ളവര്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. വിമർശിക്കുന്നവർ എന്ത് അർത്ഥത്തിലാണ്, എന്ത് ഉദ്ദേശത്തിലാണ് വിമർശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ വിമർശിക്കട്ടെ. പക്ഷെ ഇനിയും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരും, ഇനിയും ട്രക്കീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരും,
ഇനിയും കുടിയന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരും. അതിന് നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, 16+ ആണെന്നുള്ളത് 13+ ആണ്. അപ്പൊ ആ ഏജിന്റെ താഴേക്കുള്ള കുട്ടികളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം ആരെയാ? അത് ഈ സിനിമയിലുള്ള ആൾക്കാരുടെ അല്ല, അത് ആ വീട്ടിലുള്ള പാരന്റ്സിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇനിയും വരും. ചിലപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിന്റെ അർത്ഥം എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നല്ല. എന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. എനിക്ക് കിട്ടുന്ന കഥാപാത്രത്തിനെ എനിക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇത്. അതിന് നാട് നന്നാക്കുക, ഇവിടെ ഒരു മറ്റേ കിനാശേരി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം എനിക്കില്ല, സത്യമായിട്ടും ഇല്ല. അത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുള്ളതാണ്. നന്ദി, നമസ്കാരം. എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിന് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഓഫ്കോഴ്സ് ജനങ്ങൾ തിയേറ്റേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു, നമ്പർ ഓഫ് ബുക്കിംഗ്സ് കൂടുന്നു, പോസിറ്റീവ് ടോക്ക് വരുന്നു, തിയേറ്ററിൻ്റെ ഉള്ളൊരു ഓളമാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് വരുന്നത്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വിഷയം. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അത് മീഡിയ, ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയ, നിങ്ങളുടെ പ്രസന്റ്, ഈ മീഡിയയുടെ സപ്പോർട്ട് എപ്പോഴും ഏതൊരു സിനിമയ്ക്കും ആവശ്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് പല സിനിമകളും അങ്ങനെ വിജയിച്ചിട്ടുമുണ്ട്. സോ ആ ഒരു കോൺഫിഡൻസിലും കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. വി ബിലീവ് നമ്മൾ ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് വെച്ച് ദിസ് വിൽ വിൻ, ദിസ് ഇസ് വിന്നിങ്. അതിനെയും കുറച്ചും കൂടിയും റീച്ചിലേക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം പടം കണ്ടവർക്കെല്ലാം പടം വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇന്നലെ സംസാരിക്കുകയായിരുന്നു, ഈ കൂലി വരാൻ പോവാണ്. കൂലി റിലീസ് ആവുന്നതിൻ്റെ ഒരു ആഴ്ച മുമ്പ് നമ്മൾ പടമിറക്കി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സാഹസം. അല്ല, അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്, അല്ലാണ്ട് ഇതൊന്നുമല്ല. ഇത് നമ്മൾ അതിജീവിക്കും. അതെ. സോ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ പർപ്പസ്, നമുക്കറിയാം. സോ യാ, ഇനി പൊതുവെ മലയാളത്തിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ ഫീൽ ഗുഡും സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. തമിഴിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കര റഫ് ആൻഡ് ടഫും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും. അപ്പൊ ഇതൊന്നും അല്ലാതെ എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോണറിൽ ഒന്നാണ് ഹ്യൂമർ. ലവ് സ്റ്റോറി ഒക്കെ പോലെ തന്നെ ഹ്യൂമർ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം കിട്ടി കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി. അപ്പൊ അപ്പോഴാണ് ബിപിൻ ഈ ക്യാരക്ടറുമായിട്ട് വരുന്നത്. സോ ഐ വളരെ എൻജോയ് ചെയ്തിട്ടും പടം ചെയ്യുമ്പോഴും ആക്ട് ചെയ്യുമ്പോഴും ശരി, പടം കാണുമ്പോഴും തിയേറ്ററിൽ പിന്നെ ജനങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോഴും വെരി ഹാപ്പി, വളരെ സന്തോഷം. രാജി നമ്പ്യാർ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്നായിരുന്നു. ശരി, താങ്ക് യു. പ്രേമത്തിന് ഷാഫുക്ക ചെയ്ത കഥാപാത്രത്തിനേക്കാളും ഒരു ഹൈപ്പ് ഉണ്ടല്ലോ ഈ കഥാപാത്രത്തിന്. നീ കോഴിയാണോ? ആസ്ഥാന കോഴി, നമ്മൾ ഒരുപാട് കോഴികളെ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം ചെറിയ ആസ്ഥാനമല്ലെങ്കിലും ആ സ്ഥാനത്തുള്ള ഒരു കോഴിത്തരമൊക്കെ നമ്മൾ ആ പ്രായത്തിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുണ്ട്, ഇനിയും വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക അത്ര. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, നേരത്തെ റംസാൻ പറഞ്ഞ പോലെ ഈ സിനിമ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ വേറൊരു സിനിമയുടെ ലൊക്കേഷൻ നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ വിളിച്ചിട്ട് പിന്നെ ഇതിന്റെ, നിങ്ങൾ സിനിമ കണ്ടവർക്ക് അറിയാം, അത്ര ഈസി അല്ല. ഒന്ന് ഫോണിലൊക്കെ വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അത്ര ഈസി ആയിട്ടുള്ള ഒരു കഥയല്ല. ഇത് എടുത്ത് കാണിച്ച് ഫലിപ്പിക്കാൻ പറ്റിയ ഒരു കഥയാണ്. അപ്പൊ ഞാൻ ആകപ്പാടെ ചോദിച്ചത് ബിബിന്റെ അടുത്ത്, എന്റെ ക്യാരക്ടർ എന്താണ്, ഇതാണ് എന്റെ ക്യാരക്ടർ. ഓക്കെ, കൊള്ളാം, ഇത് പോയേ കിട്ടിയെന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും നോക്കുന്നത് കൂടുതൽ എന്റെ ഉള്ളിലുള്ള ആക്ടറിനെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ഞാൻ നോക്കണം. പിന്നെ ആക്ടേഴ്സ് ആർ ബെഗേഴ്സ്, നമുക്ക് വരുന്നതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കോഴിയാവാൻ വേണ്ടി ഞാൻ കോഴിത്തരം പോയി മറ്റേ മെത്തേഡ് ആക്ടിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ എന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കോഴി കിടപ്പുണ്ടാവും, അതിനെ കുറച്ചൊന്ന് പുറത്തേക്ക് ഇട്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടി ഒരു ട്രെയിനിങ് ഒന്നുമില്ല. അത് പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ, അത്രത്തോളം കോഴി നന്നായിട്ടുണ്ടോ ഇല്ലയോ, ഓവറായിട്ടുണ്ടോ ഇല്ലെന്ന് എന്താണെന്ന് എനിക്ക് അവരുടെ വിമർശനങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ പറയാമല്ലോ, ധൈര്യമുണ്ടോ. അതിൽ നിന്ന് നമുക്ക് വിമർശനങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഭയങ്കര അടിപൊളി എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ പോരായ്മകൾ എടുത്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. വീഴ്ചകളിൽ നിന്നേ പഠിക്കുള്ളൂ, വിജയത്തിൽ നിന്ന് വളരെ വളരെ കുറച്ചേ പഠിക്കുള്ളൂ. അപ്പോ ഞാനിതിൽ എത്രത്തോളം പാഠം പഠിക്കും ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം.
ശരി ചേട്ടാ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ടെക്നോളജി വളരെയധികം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വെബ് സീരീസുകളുടെ എണ്ണം കൂടുന്നു. തിയേറ്ററിലെ ആളുകളുടെ നല്ല സിനിമകൾക്ക് ആളുകൾ കയറുന്നുണ്ട്. വേർഡ് ഓഫ് മൗത്തിലൂടെ ആളുകൾ കൂടുതൽ സിനിമകൾ ഹിറ്റ് ആവുന്നുണ്ട്. എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് സിനിമകൾ ഹിറ്റ് ആവുന്നതാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് തിയേറ്ററിൽ കാണാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഒരു സിനിമ ഇറങ്ങിയാൽ ഇത്ര ദിവസത്തിനുള്ളിൽ OTT റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ എന്തുകൊണ്ട് 150 രൂപ കൊടുത്ത് സിനിമ കാണണം എന്ന് ആളുകൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങി. ആളുകൾ കൂടുതൽ ചിന്തിച്ചു തുടങ്ങി. അപ്പം ശരിക്കും ഒരു സിനിമയുടെ തിയേറ്റർ വാല്യൂ എന്നുള്ള ഒരു മൂല്യം നഷ്ടപ്പെട്ട് തോന്നുന്നുണ്ട് അങ്ങനെ. പക്ഷെ അത് ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അറിഞ്ഞൂടാ, നമ്മളിപ്പം എല്ലാം വീട്ടിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. ഭക്ഷണം വീട്ടിലേക്ക് എത്തുന്നു, ഊബർ ഉണ്ട്, വണ്ടി വീട്ടിലേക്ക്, എല്ലാം വീട്ടിലേക്ക് എത്തിച്ച് എല്ലാം വീട്ടിലേക്ക് അണ്ണാക്കിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്ന കാലമാണിത്. അപ്പോ സിനിമയും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തിയേറ്ററിന്റെ മൂല്യം കുറയുന്നുണ്ടോ എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ കുറയുന്നുണ്ട്. പണ്ട് 100 ദിവസം, 150 ദിവസം, 250 ദിവസം എന്റെ അടുത്തുള്ള തിയേറ്റർ, അതായത് ഞാൻ വടക്കൻ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അതിന്റെ അടുത്ത് എനിക്ക് റിലീസ് സെന്റേഴ്സ് ഉണ്ടായിരുന്നത് കൊടുങ്ങല്ലൂർ, പിന്നെ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വരണം. കൊടുങ്ങല്ലൂർ 10 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അപ്പൊ അവിടെ മുകൾ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു, ഇന്നതൊരു മാളായി മാറി. അപ്പൊ അവിടെ പോകുമ്പോൾ അവര് ഇത് മെമന്റോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ തെങ്കാശപ്പെടണം 250 ദിവസം, ചിത്രം ഇത്ര ദിവസം, അങ്ങനെ ഒരുപാട് മെമന്റോസ്. അത് ആ കാലം കഴിഞ്ഞു. അത് ഇനി ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഈ OTTs എല്ലാം ചത്തു തൊലയണം, എന്നാ പിന്നെ അങ്ങനെയുള്ള ഒരു കാലം വരും. അത് സംഭവിക്കില്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ടെക്നോളജിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം തിയേറ്ററിന്റെ മൂല്യത്തിന് ആ ഡ്യൂറേഷൻ കുറവുണ്ടാവും. പക്ഷെ അന്ന് 200 ദിവസം ഓടുന്നതിന്റെ കാശ് ഇന്ന് ചിലപ്പോൾ 50 75 ദിവസത്തിൽ നമുക്ക് കിട്ടും. കാരണം ടിക്കറ്റിന്റെ റേറ്റ്സ് മാറി, എല്ലാം മാറി. അത് സെന്റേഴ്സ് കൂടി. പണ്ട് കേരളത്തിലൊരു മാക്സിമം പോയിക്കുന്ന 45-50 സെന്റേഴ്സ്, റിലീസിംഗ് സെന്റേഴ്സ് ഉണ്ടാവുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾക്ക് സാധാരണ എത്ര സെന്റേഴ്സ് ഉണ്ട് റിലീസ്? 130 സെന്റേഴ്സിൽ റിലീസ് ഉണ്ട്. അപ്പൊ ആ വ്യത്യാസമുണ്ട്. അപ്പൊ അത് മൂല്യം, ഡ്യൂറേഷൻ എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില പടങ്ങളൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ OTT ആയിട്ട് സൈൻ ചെയ്തിട്ടാണ് ഇത്ര ദിവസം കഴിഞ്ഞ് OTTയിലേക്ക് വരും എന്നുള്ളത്. അത് കഴിഞ്ഞ് തിയേറ്ററിൽ ഓടിക്കുന്നുണ്ട് ആ സിനിമ, പക്ഷെ അതിൽ കഥയില്ല എന്നുള്ളതാണ്. ചേട്ടാ, അതേപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു കലാകാരനെ സംബന്ധിച്ച് ആ കല ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അംഗീകാരം. തീർച്ചയായും. അപ്പം പക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം നോക്കി വെച്ചാൽ അർഹതയുള്ളവൻ അംഗീകാരമില്ല, അംഗീകാരം കിട്ടുന്നതിന് വേണ്ട അർഹതയുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പം എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഞാൻ പറയാം, ഇപ്പോഴത്തെ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തല്ലോ. അപ്പൊ പ്രേക്ഷക മനസ്സുകളിൽ നാഷണൽ അവാർഡ് എനിക്കറിഞ്ഞൂടാ. പണ്ട് തൊട്ടേ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള നാഷണൽ അവാർഡാണ് അയാൾക്ക് കിട്ടിയത് നമ്മൾ വിചാരിക്കും. അപ്പുറത്ത് നിന്നവർ അങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്. നമ്മളിപ്പം ഇത്തവണത്തെ നാഷണൽ അവാർഡ്, എനിക്ക് ഉദ്ദേശിച്ച ചോദ്യത്തിന്റെ ഇത് മനസ്സിലായി. ഇതില് രാഷ്ട്രീയത്തിൽ ഇത് പണ്ടോട്ടേ ഉണ്ട്. നമ്മൾ ഇന്ന് പെട്ടെന്ന് ഇത് മിനിഞ്ഞാന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. അതില് എല്ലാ അവാർഡ്സിന്റെ പുറകിലും പ്രത്യേക അജണ്ടകളുടെ, എല്ലാ അവാർഡ്സിന്റെ പുറകിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകൻ, സാധാരണ ഒരു പരിചയമില്ലാത്ത ഒരാള് റോട്ടിൽ കൂടി ഇറങ്ങി നടക്കുമ്പോൾ മോനെ പടം കണ്ടു, അതിനേക്കാൾ വലിയൊരു അവാർഡില്ല. ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഫസ്റ്റ് പടത്തിൽ പ്രേമത്തിൽ തന്നെ അതിനേക്കാളും വലിയൊരു അവാർഡില്ല. ബാക്കി എന്ത് അവാർഡാണെന്നുണ്ടെങ്കിൽ അത് പ്രഹസനം മാത്രമാണ്, ഇൻക്ലൂഡിങ് നാഷണൽ അവാർഡ്സ്, സ്റ്റേറ്റ് അവാർഡ്സ് ആൻഡ് വാട്ട് എവർ ദാറ്റ്. അതിന് ഓക്കെ, അതിലൊരു കളറും ഗ്ലാമറും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം. അതിനേക്കാൾ വലുതാണ് ജനങ്ങളുടെ വായിൽ നിന്ന് വരുന്ന അഭിപ്രായം. രാജേട്ടന്റെ അടുത്ത സുഹൃത്താണ് നരേഞ്ചേട്ടൻ. ഇപ്പോ എല്ലാവരും രാജേട്ടൻ അവാർഡ് അനൗൺസ് ചെയ്തപ്പോ രാജേട്ടന്റെ ഫിലിം ആടുജീവിതമാണ് കൂടുതലായിട്ട് ചർച്ച ആവുന്നത്. നരേഞ്ചേട്ടൻ കണ്ടിട്ടുണ്ടാവും. ആടുജീവിതത്തിന്റെ പേരിൽ ഒരു അവാർഡ് പോലും കൊടുത്തിട്ടില്ല. അതൊരു ഭയങ്കര സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു. അത് നമുക്കാർക്കും വലിയ സന്തോഷമുള്ള കാര്യമല്ലായിരുന്നു. അല്ല, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, ഇതിനെ കുറിച്ച് സംസാരിച്ചില്ല. കാരണം അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ വിളിച്ചെന്ത് പറയാനാണ്. അപ്പോ പിന്നീട് ഒരിക്കൽ സംസാരിക്കുന്നതിനെ പറ്റി ഈ പറഞ്ഞ പോലെ ഇത് ഇപ്പോൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു 90s എനിക്ക് ഓർമ്മ ഇപ്പോഴും ചില അവാർഡ്സ് ഒക്കെ നമുക്ക് തോന്നും ഇതെങ്കിലും ഇയാൾക്ക് കിട്ടി, അല്ലെങ്കിൽ ചിലർ പറയും അതൊക്കെ അതിന് വേറെ പല കാര്യങ്ങളും നമുക്കറിയാത്ത കാര്യങ്ങളായിരിക്കും. അത് ഇറ്റ് ഈസ് ഫോളോയിങ് ഈവൻ നൗ. അത്രയേ ഉള്ളൂ. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് നമുക്ക് തോന്നുന്നതും നമ്മൾ ചിന്തിക്കുന്നത് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നരൻ ചേട്ടാ, ഇപ്പൊ ഉർവശി മാം വളരെ ശക്തമായ ഒരു നിലപാടാണ് അതിൽ എടുത്തിരുന്നത്. കാരണം
ഒരാളുടെ അഭിനയം അളക്കാനുള്ള അളവുകൾ എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 2, 3, 4 വ്യക്തികൾ ചേർന്ന് തീരുമാനിക്കുന്നതല്ലല്ലോ ഒരാളുടെ. നിങ്ങളല്ലേ ചോദിക്കേണ്ടത്, നമ്മളല്ലോ. മീഡിയ ആയിട്ടുള്ള നിങ്ങളാണ് അത് ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ അതിന് ഉത്തരം കണ്ടതാണ്. എപ്പോഴും തോന്നിയിട്ടുണ്ടോ പല നിഗമനങ്ങളും എടുക്കുന്നത് തെറ്റുകളാണ്? ഉറപ്പായിട്ടും എപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തന്നെ 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചില പലതിലും സംസാരിച്ച് ഇങ്ങനെ പെർഫോമൻസിന് ഫിലിം ഫെയറുകൾ കാണുന്നൊക്കെ പറഞ്ഞു. ഓക്കെ വരെ കൈ കിട്ടി, പിന്നെ സോറി നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് കൈ എടുത്തിട്ട് ഭയങ്കര സർപ്രൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു. ഇതൊക്കെ അതാ പറഞ്ഞത്, അതിനെക്കുറിച്ച് നമ്മൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഇനിയും മലയാളം സിനിമയിൽ കുറെ കൂടെ സജീവമാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ റൊമാൻസ് ജോണർ ആണ് എൻ്റെ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക, ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറാണ്. അപ്പൊ ഒരിക്കലും അതിൽ സ്റ്റക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ സ്പേസ് ഇതില് വിപിൻ സാഹസം സിനിമ സേറ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ച് അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, സ്ക്രീൻ ടൈമിനേക്കാളും ഇതിൽ സേറ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു കോർ. ജീവൻ മെയിൽ ലീഡിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് തന്നെ ഈ സേറ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്കൊന്നും ഇത്രയും ഓൺസോംബിൾ കാസ്റ്റ് ഉള്ള ഒരു സിനിമയിൽ എപ്പോഴും ലൈം ലൈറ്റ് എനിക്ക് മാത്രം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ അല്ല ഞാൻ. പൊതുവെ ലീഡ് റോൾസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും തമിഴിലും ഞാൻ അങ്ങനെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് വളരെ മീറ്റി ആണെങ്കിൽ ഞാൻ എടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എൻ്റെ ക്രാഫ്റ്റിൽ കുറച്ചുകൂടെ എനിക്ക് പണിയെടുക്കണം. റംസാൻ പറഞ്ഞ പോലെ ഓക്കെ, ഒരു പ്രോമിസിങ് ആക്ടർ ആണ് ഗൗരിക്ക്, ഈ ഒരു കഥാപാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ടാവണം. അതെന്റെ ഓരോ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്ത് അവർക്കൊരു കോൺഫിഡൻസ് വരുത്താനാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ തോന്നാറില്ല. ഒരു സിനിമയുടെ സോൾ, ഒരു ടോട്ടാലിറ്റിയിലാണ് നമ്മൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്പേസ് കുറവോ അങ്ങനത്തെ ചിന്ത പൊതുവെ വരാറില്ല.